ശ്രീ രംഗനാഥ്, എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്, അതായത് 11 പേർ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ച സമയത്ത് അകത്ത് ആഘോഷം നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ താരങ്ങൾ ഈ പുറത്ത് നടന്നതിനെക്കുറിച്ച്, ഈ ദുരന്തത്തെക്കുറിച്ച് അവർക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം. അറിയിക്കേണ്ടവർ അറിയിച്ച് കാണില്ല. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളും ഇവിടെ ദുരന്തം നടന്നപ്പോൾ അകത്ത് ആഘോഷം തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളും കാണാൻ ഇടയായി എന്നുള്ളതാണ്. അനിൽ, ഇതിൽ ഇപ്പോൾ ഈ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെ പഴിചാരിയതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവർ സ്റ്റേഡിയത്തിൻ്റെ അകത്തൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു, വെളിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ ടിക്കറ്റിൻ്റെ കാര്യവും സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യമൊക്കെ പറയുന്നു. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പ്രോഗ്രാം വേണമെങ്കിൽ അപ്പം അവർക്ക് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അതാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? അവർക്ക് ആ സംഘാടകരോട് അഭ്യർത്ഥിച്ചിട്ട് ആ പരിപാടി അവിടെ വെച്ച് നിർത്താക്കണം. അത് RCB ആണ് ചെയ്യേണ്ടത്. RCB ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അവർ ആ സ്റ്റേഡിയം, ആ ഗ്രൗണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മാത്രം അവർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ല, RCBയുടെ പേര് എവിടെയും പരാമർശിക്കപ്പെടും. അതാണ് ഞാൻ പറയാൻ വന്ന അതാണ്. കാരണം ഇത് കണ്ടക്ട് ചെയ്ത RCB ആണ്. ഈ RCBയിൽ എത്ര കർണാടകക്കാരുണ്ടെന്നും കൂടെ പറയണം. ഒരു കർണാടക പ്ലെയറും ഇല്ല. അപ്പോൾ വിരാട് കോഹ്ലിക്ക് വേണ്ടി ഒരു സ്വീകരണം ഒരുക്കിയ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ പബ്ലിസിറ്റി എടുക്കാൻ വേണ്ടി മറ്റുള്ള പലരും അതിൽ ആഗ്രഹിച്ചു. പക്ഷേ ഇവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ തന്നെ കാര്യം പറഞ്ഞിട്ട് ഈ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. കാരണം അത് ഉത്തരവാദിത്വപരമായിട്ട് അത് പറയാനായിട്ട് ആരും അവിടെ വന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെ പഴിചാരികൊണ്ട് യാതൊരു കാര്യവുമില്ലത്. RCB ആണ് ഇതിൻ്റെ ഉത്തരവാദി. ഇല്ലെങ്കിൽ RCBക്കെതിരെ വേണം നടപടിക്രമങ്ങളിലോട്ട് പോകാനായിട്ട്. ഇല്ലെങ്കിൽ RCBക്കാരായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ വെളിയിലൊരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികൾ നിർത്താതെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയത് വളരെ തെറ്റാണ്. അതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് മോത്തേര, അതായത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അന്ന് കാണാൻ പോയിരുന്നു. അവിടെ 1 ലക്ഷത്തിലധികം കാണികളാണ്. അവിടെ വെളിയിൽ ഈ ജൈൻറ്റ് സ്ക്രീനിലും എല്ലാമായിട്ട് ഒരു 10 ലക്ഷം 15 ലക്ഷം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ നീറ്റായിട്ട് ബാരിക്കേഡ് ചെയ്ത് വളരെ സ്മൂത്തായിട്ടാണ് ആ മത്സരം കഴിഞ്ഞതിന് ശേഷവും ക്രൗഡ് പോയതും എല്ലാം. അപ്പോൾ ഇവിടെ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ്, ബാരിക്കേഡ് വെച്ച് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ക്രൗഡിനെ അവിടെ വരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തായിരുന്നു. അതെല്ലാം അല്ലായിട്ട് ഒരു ക്രിക്കറ്റ് അസോസിയേഷനെ പഴിചാരിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോകുന്നതെന്നുള്ളത് ഒരിക്കലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇത്ര ഒരു ദുരന്തമുണ്ടായി. ആ പരിപാടിയെങ്കിലും അവിടെ ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം കൂടെ അത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പറയായിരുന്നു ഈ സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ ഒരു നടപടിക്രമങ്ങളിലോട്ടും കൂടെ പോകണമായിരുന്നു. ഇത് RCB അവരാണ് ഈ വിക്ടറി സെലിബ്രേഷൻ നടത്തിയത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഓർഗനൈസേഴ്സാണ്. അവർ ആ സ്റ്റേഡിയവും അതിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത RCB ആണ്. അപ്പോൾ അതിന് ഒരു ക്രിക്കറ്റ് അസോസിയേഷനെ മാത്രം പഴിചാരിക്കൊണ്ട് ഇതിൽ നിന്ന് ഒരു തീരുമാനത്തിലോട്ട് പോകുക എന്നുള്ളത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല, 2 ദിവസം കഴിഞ്ഞ് ഈ വിജയാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ച എന്താ കുഴപ്പം? അല്ല, അത് ശരിയാണ്. കാരണം അന്ന് ഇന്ത്യ വിദേശത്ത് കളിക്കുന്ന ഒരു സമയം, അതിന് വരാനായിട്ടുള്ളൊരു സമയം, പിന്നെ ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഒരു വിക്ടറി സെലിബ്രേഷൻ മുംബൈയിൽ അന്ന് നടത്തിയത്. പക്ഷേ സമാനമായിട്ട് അനിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് RCB ആദ്യമായിട്ട് ജയിക്കുന്നു. സൺറൈസേഴ്സ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് കപ്പ് നേടി. ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യമായിട്ട് കപ്പ് നേടി. മുംബൈ ആദ്യമായിട്ട്. എല്ലാ സംസ്ഥാനത്തും ഓരോ ടീമുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കപ്പ് നേടിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇത്ര ഒരു പ്രത്യേകത? എന്തിനാണ് ഇത്ര വലിയൊരു സ്വീകരണവും ഇത്ര വലിയൊരു ആഘോഷവും? മഹേന്ദ്ര സിംഗ് ധോണിയും ഉണ്ടായിരുന്നു അന്ന് ചെന്നൈയിൽ. അന്ന് അവർ വളരെ സിമ്പിളായിട്ട് ചെപ്പോക്കിൽ ഒരു സ്വീകരണ പരിപാടി നടത്തി വളരെ സ്മൂത്തായിട്ട് അത് ചെയ്തു. പക്ഷേ ഇത് വളരെ ഓവറായിട്ട് പോയി. അതുമാത്രമല്ല, ഇത്ര ഒരു ട്രാജഡി ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ക്രൗഡ് മാനേജ്മെൻറ്റ്, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ആരായാലും അത് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനൊരു ദാരുണ സംഭവം ഉണ്ടായത് അകത്ത് ഒരു ആഘോഷ പരിപാടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കണമായിരുന്നു.